നമസ്കാരം. ബിഗ് ബോസിലൂടെ സുഹൃത്തുക്കളായ ജാസ്മിനും ഗബ്രിയും പുറത്തു വന്നതിന് ശേഷം നല്ല സൗഹൃദം കാത്തുസൂക്ഷിക്കുകയാണ്. ഷോയിൽ വെച്ച് താരങ്ങൾക്ക് വിമർശനമാണ് ലഭിച്ചിരുന്നുവെങ്കിൽ പുറത്തു വന്നതിന് ശേഷം അനുകൂലമായ സമീപനമാണ്. സ്വന്തം വീട്ടിൽ നിന്ന് മാറി കൊച്ചിയിലൊരു ഫ്ലാറ്റെടുത്ത് ഒറ്റയ്ക്ക് താമസിക്കുകയാണ് ജാസ്മിൻ ഇപ്പോൾ. എല്ലാ പിന്തുണയും നൽകി ഗബ്രിയും കൂടെ തന്നെയുണ്ട്. ബിഗ് ബോസിലായിരിക്കുമ്പോൾ പോകണമെന്നാഗ്രഹിച്ച സ്ഥലങ്ങളിലേക്കൊക്കെ യാത്ര പോവുകയാണ് ഇരുവരും. ഈ വിശേഷങ്ങൾ യൂട്യൂബ് ചാനലിലൂടെ പങ്കുവയ്ക്കാറുമുണ്ട്. ഇപ്പോഴിതാ ആരാധകരിൽ നിന്നുള്ള ചോദ്യങ്ങൾക്ക് മറുപടിയായിട്ടാണ് ഇരുവരും എത്തിയത്. ഞങ്ങളെക്കുറിച്ച് ഇല്ലാത്ത കമൻറ്റുകൾ പറയുന്ന നിരവധി ആളുകളുണ്ട്. ചിലർ ഞങ്ങളുടെ കൂടെയുണ്ടായിരുന്നുവെന്നും അടുത്ത സുഹൃത്താണ്, ബന്ധുവാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് കമൻറ്റുമായി എത്തുന്നത്. സത്യത്തിൽ അവർക്ക് ഞങ്ങളുമായി യാതൊരു പരിചയവുമില്ല. ജാസ്മിനെ വീട്ടിൽ നിന്ന് അടിച്ചു പുറത്താക്കിയെന്നാണ് അവർ പറയുന്നത്. ഗബ്രിയുടെ വീട്ടുകാർ ജാസ്മിനെ കണ്ടാൽ വെടിവെച്ച് കൊല്ലുമെന്നും അതിന് ഗുണ്ടകളെ ഏൽപ്പിച്ചുവെന്നൊക്കെയാണ് ചിലർ പറയുന്നത്. അതിലൊരു കാര്യവുമില്ല. ജാസ്മിൻ്റെ മാതാപിതാക്കൾ വളരെ സാധാരണക്കാരാണ്. ഗബ്രി ജാസ്മിനെ ചതിക്കും, അവളെ വഞ്ചിക്കുകയാണ് എന്നൊക്കെ എല്ലാവരും പറഞ്ഞപ്പോൾ അവർക്ക് സത്യമൊന്നും അറിയില്ലായിരുന്നു. ബിഗ് ബോസിനകത്ത് വന്നിട്ട് ഗബ്രിയുടെ ഫോട്ടോയും മാലയും ഒക്കെ എടുത്തുകൊണ്ട് പോയതും ഉള്ളിൽ പേടിയുള്ളത് കൊണ്ട് മാത്രമാണ്. താൻ പുറത്തിറങ്ങി അവരോട് കാര്യങ്ങൾ പറഞ്ഞ ശേഷമാണ് സത്യാവസ്ഥ അവർക്ക് ബോധ്യപ്പെട്ടതെന്നും ജാസ്മിൻ പറയുന്നു. സെൽഫ് റെസ്പെക്റ്റ് കൊടുക്കണമെന്നൊരു തീരുമാനം താൻ ജീവിതത്തിൽ എടുത്തുവെന്നാണ് ജാസ്മിൻ പറയുന്നത്. സൗഹൃദത്തിൽ എന്ത് വിട്ടുവീഴ്ചയും തയ്യാറായിട്ടുള്ള ആളാണ് ഞാൻ. എന്നോട് ആരെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ ഞാനത് ക്ഷമിക്കും. പിന്നെയും അവരെന്നോട് അത് തന്നെ ചെയ്യും. ഞാൻ വീണ്ടും അത് മറന്നിട്ട് പ്രവർത്തിക്കും. ഇതോടെ എൻ്റെ അടുത്ത് എന്ത് ചെയ്താലും ഞാനത് കാര്യമാക്കില്ല എന്ന് അവർ കരുതും. ഇപ്പോൾ അതിലൊരു മാറ്റം താൻ വരുത്തിയിട്ടുണ്ടെന്നും ജാസ്മിൻ പറയുന്നു. ഗബ്രിയും താനും ബിഗ് ബോസിൽ വെച്ച് യാത്ര പോകണമെന്ന് പ്ലാൻ ചെയ്തിരുന്നു. അത് സാധ്യമാക്കി. മേഘാലയയിലേക്കുള്ള യാത്ര വളരെ അനുഭവം തന്നതായിരുന്നു. അന്ന് ഷോയിൽ വെച്ച് അവിടെ പോകണം ഇവിടെ പോകണമെന്ന് പറഞ്ഞവരെയൊന്നും പിന്നീട് കണ്ടിട്ടില്ല എന്നും താരങ്ങൾ പറയുന്നു. ഗബ്രിയുടെ വീട്ടിൽ ഞാൻ പോയിട്ടുണ്ട്. മമ്മി എനിക്ക് ഭക്ഷണമുണ്ടാക്കി തന്നിട്ടുമുണ്ട്. ഞാൻ കൊച്ചിയിലേക്ക് തനിച്ച് മാറി നിൽക്കുമ്പോൾ വീട്ടുകാരെ ബോധ്യപ്പെടുത്താൻ വലിയ പ്രശ്നമായിരുന്നു. എന്നാൽ വിചാരിച്ചത്ര ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഞാൻ ബിഗ് ബോസിൽ 3 മാസം സർവൈവ് ചെയ്ത വ്യക്തിയാണല്ലോ. അതേസമയം ഞാൻ തനിച്ച് ഫ്ലാറ്റിലേക്ക് മാറിയപ്പോൾ എന്നെ വീട്ടിൽ നിന്നും അടിച്ചു പുറത്താക്കി എന്ന തരത്തിലായിരുന്നു പ്രചരണം. പടിയടച്ച് പിണ്ടം വെച്ചു എന്നെ ഒഴിവാക്കി എന്നൊക്കെയായിരുന്നു ചിലർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ വീട് വിട്ട് മാറി നിൽക്കുന്നത് വീട്ടുകാർക്ക് പ്രശ്നമാണ്. കാരണം വീട് വിട്ട് മാറി നിന്നിട്ടുള്ള ഒരാളല്ല ഞാൻ. ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്യാൻ അറിയുന്ന ആളല്ല. അവർക്ക് എന്നെ കാണാതിരിക്കാനും ആകില്ല. അവരെ പറഞ്ഞ് മനസ്സിലാക്കുകയായിരുന്നു. കൊച്ചിയിലേക്ക് മാറാൻ എനിക്ക് പല കാരണങ്ങളും ഉണ്ടായിരുന്നുവെന്നും ജാസ്മിൻ പറഞ്ഞു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങളുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ന്യൂസ് ഡെസ്ക് മലയാളി ഡെയിലി.